ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. തൻ്റെ ശരീരത്തിൽ പുരുഷൻ സ്പർശിക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ പാർട്ട്നേഴ്സൊക്കെ ഇല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. പുരുഷന്മാരെ സ്പർശിക്കണം എന്ന് സ്ത്രീകൾ ആദ്യം തന്നെ ആഗ്രഹിക്കുന്ന ഒരു ബോഡി പാർട്ട് എന്ന് പറയുന്നത് അവരുടെ മൗത്ത് ആൻഡ് ലിപ്സ് ആണ്. അതായത് വായും ചുണ്ടും. ലിപ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ സ്പർശിക്കുന്നതും അതേപോലെ തന്നെ കിസ് ചെയ്യുന്നതും ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ട്. പിന്നെ ചില സ്ത്രീകളുണ്ട് അവർക്കിങ്ങനെ ചുണ്ടിലൊന്നും തൊടുന്ന ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെയൊക്കെ ചുണ്ടിലൊക്കെ സ്പർശിക്കാൻ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അവരോട് ചോദിക്കണം, ഞാൻ നിന്റെ ചുണ്ടിലൊക്കെ സ്പർശിക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ എന്ന്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇത് ഇഷ്ടമാണ്, എന്നാൽ ഇത് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, അതായത് നിങ്ങളുടെ വൈഫാണെങ്കിൽ പോലും അവരെ സ്പർശിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അനുവാദം വാങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോഡി പാർട്ട് എന്ന് പറയുന്നത് മൗത്ത് ആൻഡ് ലിപ്പാണ്. ഇനി രണ്ടാമതായിട്ട് പുരുഷന്മാർ സ്പർശിക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ബോഡി പാർട്ട് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ്, അതായത് രണ്ടാമതായിട്ട് വരുന്നത് കൈപ്പത്തിയാണ്. അതായത് കൈപ്പത്തി എന്ന് പറയുന്നതും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലവേഴ്സൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ കൈ പിടിക്കുന്നതും അല്ലെങ്കിൽ ആദ്യം തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ലവേഴ്സൊക്കെ ഫസ്റ്റ് ടൈം കിസ് ചെയ്യുന്നതും ഈ കൈപ്പത്തിയിലായിരിക്കും. അവളുടെ കൈപ്പത്തിയിൽ പതിയെ ടച്ച് ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ അവളുടെ കയ്യിലൊക്കെ ഇങ്ങനെ, അതായത് പിടിക്കുമ്പോൾ ഹോൾഡിങ് ഹാൻഡ്സ് എന്ന് പറയും. നിങ്ങൾ അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അവൾക്ക് നിങ്ങളോടൊരു അടുപ്പവും അതേപോലെ തന്നെ നിങ്ങളോട് ഒരു വിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ബോഡി പാർട്ടായിട്ട് വരുന്നത് കൈപ്പത്തിയായിരുന്നു. ഇനി മൂന്നാമത്തേത് ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ മൂന്നാമത്തെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് കാൽമുട്ടാണ്. അതായത് സ്ത്രീകളുടെ ഒക്കെ ആണെങ്കിലും കാൽമുട്ടിൻ്റെ പിറക് ഭാഗം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ അവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നാലാമത്തെ ബോഡി പാർട്ട് ഏതാണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് ഫൂട്ടാണ്. അതായത് കാൽപാദം. കാലിലും അതേപോലെ തന്നെ കാൽപാദത്തിലും ഒക്കെ സ്പർശിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാൽപാദത്തിൽ ഒക്കെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒക്കെ സ്ത്രീകൾ എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളുടെ വൈഫ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി നടന്ന് കാലൊക്കെ വേദനിച്ചിട്ടാണ് വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കുറേ നേരമൊക്കെ നിന്ന് അതായത് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും കാലിനൊക്കെ വേദന എടുക്കുമല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവരെ മടിയിൽ, അതായത് അവരുടെ കാലൊക്കെ എടുത്ത് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പയ്യെ മസാജൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവൾക്ക് നിങ്ങളോട് കുറച്ചധികം സ്നേഹം കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ അവർ ഇതേപോലെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് കൊച്ചു വർത്താനങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞിട്ട് കാലൊക്കെ എടുത്തിങ്ങനെ മടി വെച്ചിങ്ങനെ മസാജൊക്കെ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കാലൊക്കെ ഇതേപോലെ മടിയിലൊക്കെ എടുത്തു വെച്ചിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ ബോഡി പാർട്ട് ഏതാണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് പുരുഷന്മാർ സ്പർശിക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് അവരുടെ ചെസ്റ്റ് ഏരിയ ആണ്. ചെസ്റ്റ് ഏരിയയിലൊക്കെ
സോഫ്റ്റായിട്ട് സ്പർശിക്കുന്നതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇനി 6th ബോഡി പാർട്ട് ഏതാണെന്ന് നോക്കാം. 6ാമതായിട്ട് പുരുഷന്മാർ സ്പർശിക്കണം എന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് അവരുടെ വിരൽ തുമ്പാണ്. അതായത് വിരൽ തുമ്പിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്, അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ കൈ കോർത്ത് പിടിക്കുന്നതും നടക്കുന്നതും ഒക്കെ എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ കൈയൊക്കെ കോർത്ത് പിടിച്ച് നടക്കുന്ന ടൈമിൽ അവളുടെ കയ്യിൽ, അതായത് അവളുടെ വിരൽ തുമ്പുകളിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കുക, അതായത് കിസ് ചെയ്യുന്നതും ഇങ്ങനെ ടച്ച് ചെയ്യുന്നതും ഒക്കെ നിങ്ങളോട് അവൾക്കൊരു റൊമാൻസ് ഫീലും അതേപോലെ തന്നെ ഒരിഷ്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കൈ പിടിച്ചൊക്കെ നടക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയൊക്കെ കൈ ഇങ്ങനെ പിടിച്ച് നടക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 6ാമത്തെ കാര്യം. പിന്നെ എല്ലാവരോടായിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എല്ലാവരും എപ്പോഴും ഒന്ന് ഹാപ്പി ആയിരിക്കണം എന്നില്ല. ചിലരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പം വർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ആ ഒരു പ്രഷർ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലിയിലാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചോ ദേഷ്യപ്പെട്ടോ ഒക്കെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വഴക്ക് പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ വൈഫിൻ്റെ ആ ഒരു ടൈമിലുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒക്കെ അനുസരിച്ച് വേണം നിങ്ങൾ അവരോട് പെരുമാറാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇനി 7ാമതായിട്ട് പുരുഷന്മാരെ സ്പർശിക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫ് ഇപ്പോൾ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്കും അവരെ ഹെൽപ്പ് ചെയ്യാം. അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി ഇരിക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുഞ്ഞു ജോലികളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ പുറകിൽ നിന്നൊക്കെ പോയി, അതായത് പുറകിൽ നിന്നും പോയിട്ട് വട്ടം ഒന്ന് ഹഗ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അവരുടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുകയാണെങ്കിൽ കുറച്ചൊരു കുസൃതി എന്ന രീതിയിൽ ആ മുടിയൊക്കെ നിങ്ങൾക്ക് അഴിച്ചിടാം. എന്നിട്ട് അവളുടെ മുടി, അതായത് ഫ്രണ്ടിലേക്ക് ചാടി കിടക്കുന്ന മുടി ചെവിയുടെ പുറകിലേക്ക് എടുത്ത് വയ്ക്കാം, മുടി കെട്ടിക്കൊടുക്കാം. ഇതൊക്കെ എല്ലാ സ്ത്രീകളും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ വൈഫ് ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കും പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനെ വട്ടം ഹഗ് ചെയ്യാം, അതേപോലെ തന്നെ മുടിയൊക്കെ അഴിച്ചിടാം, അതേപോലെ മുടി കെട്ടിയും വെച്ച് കൊടുക്കണം. ഇതൊക്കെ ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡി പാർട്ടായിട്ട് നമ്മൾ എടുത്തിരുന്നത് ഇയേഴ്സ് ആയിരുന്നു, അതായത് ചെവികളിൽ സ്പർശിക്കുന്നത്. പിന്നെ പറഞ്ഞിരുന്നത് നെക്കായിരുന്നു, കഴുത്തിൽ സ്പർശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് സ്കാൽപ്പായിരുന്നു, അതായത് ഹെഡ് മസാജ്. അതൊക്കെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് സ്റ്റൊമക്ക് ആയിരുന്നു, അതായത് വയറ്. പിന്നെ പറഞ്ഞിരുന്നത് ആംസ്, അതായത് കൈകളിലൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അത് കാണേണ്ടവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോയിലല്ല, എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ശരീരത്തെ സ്പർശിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട്, അതിപ്പോൾ നിങ്ങളുടെ വൈഫാണെങ്കിൽ പോലും അവരുടെ പെർമിഷൻ നിങ്ങൾ വാങ്ങിയിരിക്കണം. ആരുടെയും അനുവാദമില്ലാതെ വേറെ ആരുടെയും ശരീരത്തെ സ്പർശിക്കാനോ തൊടാനോ ഒന്നും പോയേക്കരുത്. പൂർണ്ണമായിട്ടും അവരുടെ സമ്മതത്തോടു കൂടി മാത്രം വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.